അപ്പൊ ഇന്ന് പത്രവിശേഷങ്ങളുമായിട്ട് നമ്മുടെ രാഗേഷ് ഉണ്ട്. രാഗേഷ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഒപ്പം ഹാപ്പി ഓണം. പ്രേക്ഷകർക്കും നല്ല ഓണാശംസകൾ നേരുന്നു. ഏതായാലും ഒരു നല്ല വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഹാപ്പി ഓണം എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് മാതൃഭൂമി ഇന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. കാരണം നെൽകർഷകർക്ക് 13,000 കർഷകർക്ക് നെല്ല് വിലയായി 96 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ എത്തി. അതുകൊണ്ട് തന്നെ ഹാപ്പി ഓണം എന്ന തലക്കെട്ടാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. നെൽകർഷകർക്കും ഹാപ്പി ഓണം. ഒറ്റ രാത്രി കൊണ്ട് സംസ്ഥാനത്തെ 13,000 കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടാം വിള നെല്ലിന്റെ വിലയായ സപ്ലൈകോയിൽ നിന്ന് നേരിട്ട് 96 കോടി രൂപ എത്തി എന്ന കാര്യമാണ് പറയുന്നത്. പുലർച്ചെ തന്നെ കർഷകരുടെ മൊബൈൽ ഫോണിലേക്ക് തുക ലഭിച്ചതിന്റെ സന്ദേശം വന്നു തുടങ്ങി എന്ന കാര്യമൊക്കെ തന്നെ പറയുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ നെല്ലിന്റെ വില വായ്പയായി നൽകുന്ന സംവിധാനം വേണ്ടെന്ന് വെക്കാൻ ഇതോടെ തെളിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആ റിപ്പോർട്ടിൽ വിശദമായി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇന്നത്തെ തലക്കെട്ടായി ഏതായാലും മാതൃഭൂമി നൽകിയിട്ടുള്ളത്. ഒപ്പം കുട്ടികൾ പൂക്കളമിടുന്ന പതിവ് പോലുള്ള ഓണ ചിത്രങ്ങളൊക്കെ തന്നെ ഒന്നാം പേജിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്നലെ മാതൃഭൂമിയുടെ ലീഡ് വാർത്തയായിരുന്നു പ്രൊഫഷണൽ കോഴ്സ് മേൽനോട്ട സമിതി സംബന്ധിച്ച് മന്ത്രിമാർ തമ്മിലുള്ള തർക്കം. അതിൽ സമവായമായില്ല എന്ന കാര്യമാണ് ഇന്നും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുള്ളത്. സ്വാശ്രയ പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനവും ഫീസും സംബന്ധിച്ച മേൽനോട്ട സമിതി നിയമന തർക്കത്തിലായതോടെ മെഡിക്കൽ കോഴ്സുകൾക്ക് പ്രത്യേക സമിതി വേണമെന്ന നിലപാട് ആരോഗ്യ വകുപ്പ് ശക്തമാക്കുകയാണ് എന്നാണ് മാതൃഭൂമി പറയുന്നത്. ഇതിനുള്ള പാനലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കി. അടുത്തിടെ വിരമിച്ചൊരു ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായി സമിതിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം കൂടി ആ റിപ്പോർട്ടിൽ ഏതായാലും പറഞ്ഞു വെക്കുകയാണ്. മറ്റൊന്ന്, കോൺഗ്രസ് മുഖപത്രത്തിൽ CPM-ന് M മുകുന്ദന്റെ രൂക്ഷ വിമർശനം എന്ന വാർത്ത ഒന്നാം പേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. സമ്പത്ത് വന്നപ്പോൾ CPM ജനങ്ങളെ മറന്നു എന്നാണ് പറയുന്നത്. കയ്യിൽ കുമിഞ്ഞുകൂടിയ സമ്പത്തും അധികാരവും കാരണം നാടിനെ മറന്നതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ദയനീയമായി തൊട്ടതെന്ന് എഴുത്തുകാരൻ M മുകുന്ദൻ കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തിന്റെ ഓണപ്പതിപ്പ് ലേഖനത്തിലാണ് ഇടത് സഹയാത്രികനായ M മുകുന്ദന്റെ വിമർശനം എന്ന കാര്യമാണ് അതിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, രാജ്യത്തെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതാണ്. നമ്മൾ ജാർഖണ്ഡിൽ കണ്ടു, അതിനു മുമ്പ് ജന്തർ മന്ദറിൽ കണ്ടു, ഇപ്പോൾ ബീഹാറിൽ പ്രതിഷേധം ശക്തമാകുകയാണെന്ന റിപ്പോർട്ട് കൂടി നൽകിയിട്ടുണ്ട് മാതൃഭൂമി. ബീഹാറിൽ വൻ വിദ്യാർത്ഥി പ്രക്ഷോഭം, ബാരിക്കേഡുകൾ തകർത്തു, ജലപീരങ്കി, ലാത്തി ചാർജ് എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് PSC പരീക്ഷാ ക്രമക്കേട് തന്നെയാണ് അവിടെയും വിഷയമായി വിദ്യാർത്ഥികൾ ഉന്നയിക്കുകയും ചെയ്തത്. ചിത്രം സഹിതമാണ് ആ വാർത്ത ഏതായാലും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മനോരമയിലേക്ക് വരുമ്പോൾ മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുള്ള വാർത്ത കേരളം പേരുമാറ്റം പ്രാബല്യത്തിൽ, കേളികൊട്ടി ഉയരുന്ന കേരളം എന്നാണ് അതിന് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ഇനി സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം തിരുവോണം തലേന്നാണ് കേരള എന്ന് മാറ്റി കേരളം എന്നാക്കുന്ന നിയമം പ്രാബല്യത്തിലാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് എന്ന കാര്യം പറയുന്നുണ്ട്. ഒപ്പം ഓണാശംസകൾ നേർന്ന മുഖ്യമന്ത്രി എന്ന വാർത്ത കൂടി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ മലക്കം മറയുന്നു ജാതി സെൻസസിൽ എന്നാണ്. ജാതി സെൻസസ് വിവരശേഖരണം ഫലപ്രദമാകില്ലെന്ന ആശങ്ക. മലക്കം മറിഞ്ഞ് കേന്ദ്ര സർക്കാർ. UPA കാലത്ത് ജാതി പട്ടികയില്ലാതെ കണക്കെടുപ്പ് നടത്തിയതിനെതിരെ വാദിച്ച NDA സർക്കാരും ഇപ്പോൾ അതേ വഴിയിലാണ് എന്നാണ് പറയുന്നത്. വ്യക്തികളോട് ചോദിച്ച് അവർ പറയുന്ന ജാതി പേര് അതേപടി രേഖപ്പെടുത്തുന്നതിന് പകരം ജാതി പട്ടിക തയ്യാറാക്കി നൽകുന്നതാണ് അഭികാമ്യമെന്ന് നേരത്തെ വിലയിരുത്തിയ സർക്കാർ 14-ന് പുറത്തിറക്കിയ ചോദ്യാവലിയിൽ ഇത് ഒഴിവാക്കി എന്ന കാര്യമാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഒരു ബോക്സ് വാർത്ത നൽകിയിട്ടുണ്ട്. മലബാറിലെ മാപ്പിളമാർ എന്ന തലക്കെട്ടോടു കൂടിയാണ് നൽകിയിട്ടുള്ളത്. 2011-ലെ ജാതി കണക്കെടുപ്പിൽ തെറ്റാണെന്ന് വാദിക്കാൻ NDA സർക്കാർ ചൂണ്ടിക്കാട്ടിയത് മലബാറിലെ മാപ്പിളമാരുടെ കാര്യമാണ്. 40 രീതിയിൽ ഇത് ഉച്ചരിക്കാൻ കഴിയും. എന്യൂമറേറ്റർമാർ 40 രീതിയിൽ ഇത് എഴുതും. അതുവഴി 40 വ്യത്യസ്ത ജാതികൾ ഉണ്ടാകുമെന്നാണ് അന്ന് വാദിച്ചത്. ഒപ്പം തന്നെ പവാർ ഒന്നിച്ചെഴുതിയ ഉദാഹരണം അടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ആ വാർത്തയിൽ ഏതായാലും മലയാള മനോരമ. ഒപ്പം തന്നെ ഉൾപേജുകളിലേക്ക് വരുമ്പോൾ അവിടെ LDF-ലെ തമ്മിലടി വലിയ വാർത്തയായി നൽകുകയാണ് ഏതായാലും മലയാള മനോരമ. പ്രത്യേകിച്ച് CPI പിണറായി വിജയനെ കടന്നാക്രമിച്ച ജനയുഗത്തിൽ ലേഖനം എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാം താനാണ് എന്ന ഭാവമുണ്ട്. എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കരുതെന്നും അടിച്ചേൽപ്പിക്കരുതെന്നും സത്യൻ മൊഗേരിയുടെ ലേഖനത്തെക്കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇടതു മുന്നണിയിൽ ഓണത്തല്ലേ എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം ഉപനേതൃ പദവിക്ക് വേണ്ടിയുള്ള CPI തർക്കം മുന്നണിയെ കൂടുതൽ ദുർബലമാക്കുകയാണെന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ CPIക്കെതിരെ ലേഖനത്തിനെതിരെ മുൻ മന്ത്രി V ശിവൻകുട്ടി രംഗത്ത് വന്ന കാര്യമൊക്കെ തന്നെ അതിൽ പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഗഡ്കരിയുടെ പ്രസ്താവന വലിയ തോതിൽ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം വിരമിക്കൽ സൂചനയാണോ നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആ പരാമർശം ഇടയാക്കിയിരുന്നു. പഴയതുപോലെ ജോലി ചെയ്യാൻ വയ്യ എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇത്തരത്തിൽ ചർച്ചയാക്കിയത്. ഏതായാലും
മന്ത്രിസഭാ പുനഃസംഘടന നടക്കാനിരിക്കെയാണ് ഇത്തരം ഒരു പരാമർശം ഗഡ്കരിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അതിൽ പറഞ്ഞതിൽ ഏതായാലും രാഷ്ട്രീയമൊന്നും ഇല്ല എന്ന വിശദീകരണം കൂടി ആ വാർത്തയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനിയെ ഏതായാലും നൽകിയിട്ടുള്ളത് തമ്മിലടിയുടെ 100 ദിനം എന്നാണ് സർക്കാരിന്റെ 100ാം ദിനത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൂട്ടുത്തരവാദിത്തം ഇല്ലാതെ സർക്കാർ എന്ന കാര്യം കൂടി പറയുന്നു. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്ത് മന്ത്രിമാർ, വകുപ്പുകളിൽ അനാവശ്യമായി സതീശൻ ഇടപെടുന്നതിൽ മന്ത്രിമാർക്ക് കടുത്ത എതിർപ്പുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് റിപ്പോർട്ടിൽ. പ്രത്യേകിച്ച് 2 മന്ത്രിമാർ തമ്മിലുള്ള തർക്കം ഒക്കെ തന്നെ ആ വാർത്തയിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം പാലക്കാട് ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത തുടർച്ചയായി 1ാം പേജിൽ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ഇന്നും 1ാം പേജിൽ ആ വാർത്തയുണ്ട്. പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിക്കൽ ഇല്ലാതാകും, എക്സ്പ്രസ് ട്രെയിനുകളുടെ നിയന്ത്രണം എന്ന കാര്യമാണ് പറയുന്നത്. മംഗളൂരു മേഖല അടർത്തി മാറ്റുന്നതോടെ സ്വന്തമായി എക്സ്പ്രസ് ട്രെയിനുകളില്ലാത്ത റെയിൽവേ ഡിവിഷനായി മാറും പാലക്കാട് എന്ന കാര്യമാണ് ആ റിപ്പോർട്ടിൽ ഏതായാലും ദേശാഭിമാനി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി നൽകിയിട്ടുള്ളത് UDF സർക്കാരിന്റെ 100ാം ദിനത്തിൽ വയനാട് ടൗൺഷിപ്പ് പദ്ധതി അത് ഇഴഞ്ഞു നീങ്ങുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. ഇഴഞ്ഞ് ഇരുൾ അതിജീവിതരുടെ ടൗൺഷിപ്പ് എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. വീക്ഷണത്തിലേക്ക് വരുമ്പോൾ വിദ്വേഷം വളരുന്നു, ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനം വർദ്ധിക്കുന്ന UN സമിതി, ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങളിൽ വർധന തുടങ്ങിയ കാര്യമാണ് ഏറ്റവും ലീഡ് വാർത്തയായി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഹിജാബ് അനിവാര്യ മതാചാരമല്ല എന്ന അലഹബാദ് ഹൈക്കോടതി നിരീക്ഷണവും 1ാം പേജിൽ നൽകിയിട്ടുണ്ട് ഏതായാലും വീക്ഷണം. ചന്ദ്രികയിലേക്ക് വരുമ്പോൾ അവിടെ LDF-ലെ തർക്കമാണ് ലീഡ് വാർത്ത. LDF-ൽ ഓണത്തല്ല് എന്നാണ് അതിന്റെ തലക്കെട്ട്. കൊമ്പുകോർത്ത് CPM-ഉം CPI-യും എന്ന കാര്യം പറയുന്നു. പിണറായിക്ക് രാഷ്ട്രീയ പക്വതയില്ലെന്ന് ജനയുഗം ലേഖനം. CPI രാഷ്ട്രീയ മര്യാദകൾ ലംഘിച്ചു എന്ന മുൻ മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണവും അതിനകത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോഴും അത് തന്നെയാണ് വാർത്ത. പോർവിളിയുമായി CPI, LDF ഉലയുന്നു എന്നാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മറ്റു പത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മാധ്യമത്തിലേക്ക് വരുമ്പോൾ മറ്റു പത്രങ്ങളിൽ ഉൾപേജിലുള്ള വാർത്തയാണ് ലീഡ് വാർത്തയായി മാധ്യമത്തിന് മാറിയിട്ടുള്ളത്. മിസൈൽ വിദ്യ സ്വകാര്യ മേഖലയ്ക്ക്, DRDOയുടെ സാങ്കേതിക വിദ്യ കൈമാറാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി, മിസൈലുകളുടെ നിർമ്മാണം സ്വകാര്യ മേഖലയ്ക്ക് നൽകിയതിന് പിന്നാലെ എന്ന കാര്യം കൂടിയാണ് ഏതായാലും പറഞ്ഞു വെക്കുന്നത് മാധ്യമം. ഒപ്പം തന്നെ വൈദ്യുതി നിരക്ക് വർധന പരിഗണനയിലാണ്, പകൽ കുറവ് രാത്രി കൂടുതൽ എന്ന കാര്യം കൂടി ആ റിപ്പോർട്ടിൽ പറയുന്നു. കരട് ചട്ടം പുറത്തിറക്കി റെഗുലേറ്ററി കമ്മീഷൻ എന്ന കാര്യമൊക്കെ തന്നെ ആ വാർത്തയിൽ ഏതായാലും വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സുപ്രഭാതത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഇത്തരത്തിൽ ആയുധവും സ്വകാര്യം എന്ന തലക്കെട്ട് തന്നെയാണ് നൽകുന്നത്. കാരണം ഇനി കോർപ്പറേറ്റുകൾക്കും മിസൈൽ നിർമ്മിക്കാം എന്ന കാര്യം പറയുന്നു. കൈമാറുക പരമ്പരാഗത മിസൈൽ സാങ്കേതിക വിദ്യയാണെന്ന കാര്യമൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് സുപ്രഭാതം. ഒപ്പം തന്നെ അയോഗ്യ നടപടി വൈകുന്നതിൽ ഇടപെടുകയാണ്. തൃണമൂൽ കോൺഗ്രസിലെ MP-മാരുടെ കൂറുമാറ്റ കേസിലാണ് 20 തൃണമൂൽ വിമത MP-മാർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു എന്ന കാര്യം കൂടി ആ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നു. ദീപികയിലേക്ക് വരുമ്പോഴും അവിടെയും വൈദ്യുതി ചാർജ് തന്നെയാണ് വാർത്ത. വൈദ്യുതി നിരക്കിൽ അടിമുടി മാറ്റം വരുന്നു എന്ന കാര്യം ദീപികയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നു. പകൽ ചാർജ് കുറയും, രാത്രി കൂടും. 2026 കരട് താരിഫ് പുറത്തിറക്കിയ റെഗുലേറ്ററി കമ്മീഷൻ എന്ന കാര്യം ദീപികയും പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് ഇവിടെ അവസാനിക്കുകയാണ്.